ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഫേസ് 10 റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും SSCയുടെ ഫേസ് 10 റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി ssc.nic.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 13/6/2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാർട്ടിനെ അപേക്ഷിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇതാണ് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിലെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉള്ളവർക്ക് അക്കൗണ്ട് വഴിയിട്ട് എളുപ്പത്തിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം ആ ഒരു അക്കൗണ്ടിലൂടെ എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് വലത്തെ സൈഡിൽ താഴെയായിട്ട് രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫിൽ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഇവിടെ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ആധാർ കാർഡ് ഉണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെ ആധാർ നമ്പർ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ തന്നെ ആധാർ നമ്പർ വെരിഫൈ ചെയ്യാനുള്ള സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ രണ്ട് സ്ഥലത്തും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ടൈപ്പ് ഓഫ് ID ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും നിർബന്ധമായിട്ട് വരുന്നില്ല. ആധാർ കാർഡ് ഇല്ലാത്തവർ മാത്രം ഈ ഒരു സെക്ഷൻ നിർബന്ധമായിട്ടും ഫിൽ ചെയ്തിരുന്നാൽ മതി. ആധാർ കാർഡ് ഉള്ളവർക്കും ഈ ഒരു സെക്ഷൻ ഫിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ID ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ ID നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ID നമ്പർ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നെയിം കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് നിങ്ങളുടെ നെയിം അടക്കുന്നത്, അപ്പോൾ അത്തരത്തിൽ തന്നെ നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്യേണ്ടതാണ്. തൊട്ട് താഴെ തന്നെ നെയിം വെരിഫൈ ചെയ്യാനുള്ള സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ നെയിം ഒന്നും കൂടി തൊട്ട് താഴെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഹാവ് യു എവർ ചേഞ്ച്ഡ് നെയിം എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ നെയിം ചേഞ്ച് ചെയ്തിട്ടുള്ളവർ തൊട്ട് താഴെ പുതിയ നെയിം അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫാദേഴ്സ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ അപ്പോൾ അത്തരത്തിൽ തന്നെ എൻ്റർ ചെയ്യുക. തൊട്ട് താഴെ ഫാദേഴ്സ് നെയിം വെരിഫൈ ചെയ്യാനുള്ള സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നും കൂടെ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ മദേഴ്സ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മദറിൻ്റെ നെയിം എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ അത്തരത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തൊട്ട് താഴെ വെരിഫൈയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മദേഴ്സ് നെയിം ഒന്നും കൂടി വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫൈയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും കൂടി എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ ബോർഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച് പാസ്സായിട്ടുള്ള ഏത് ബോർഡിൻ്റെ കീഴിൽ നിന്നാണോ ആ ഒരു ബോർഡ് സെലക്ട് ചെയ്യുക.
അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു ബോർഡ് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഒന്നും കൂടി ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ റോൾ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 10ാം ക്ലാസ്സിലെ എക്സാമിനേഷൻ്റെ റോൾ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിലെ എക്സാമിനേഷൻ്റെ റോൾ നമ്പർ എൻ്റർ ചെയ്യേണ്ടതാണ്. തൊട്ട് താഴെ റോൾ നമ്പർ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ റോൾ നമ്പർ ഒന്നും കൂടി എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴെ ചോദിച്ചിരിക്കുന്ന ഇയർ ഓഫ് പാസിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഏത് വർഷമാണ് പഠിച്ച് പാസ്സായിട്ടുള്ള ആ ഒരു വർഷം സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ ഇയർ ഓഫ് പാസിംഗ് കൺഫേം ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്, അതായത് വെരിഫൈ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി സെലക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ജെൻഡറാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നാണ്. മെയിൽ കാൻഡിഡേറ്റ്സ് മെയിൽ ക്ലിക്ക് ചെയ്യുക, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഫീമെയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതും വെരിഫൈ ചെയ്യുക. തൊട്ട് താഴെയായിട്ട് ചോദിച്ചിരിക്കുന്ന ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്, അതായത് നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്നാണ്, അതായത് മാക്സിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് 10ാം ക്ലാസ്, +2, ഡിപ്ലോമ, ഗ്രാജുവേഷന്, പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ മൊബൈൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. തൊട്ട് താഴെ ആ ഒരു മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പർ തന്നെ തൊട്ട് താഴെയും എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ടടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇമെയിൽ ഐ ഡി ആണ്. അപ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി അവിടെ നൽകുക. തൊട്ട് താഴെ ആ ഒരു ഇമെയിൽ ഐ ഡി കൺഫേം ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്, അതായത് വെരിഫൈ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിൽ എൻ്റർ ചെയ്ത ആ ഒരു ഇമെയിൽ ഐ ഡിനെ തൊട്ട് താഴെയും എൻ്റർ ചെയ്യുക. അതിനുശേഷം അവിടെ ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ വരുന്ന ആ ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടത്. എൻ്റർ ചെയ്ത ശേഷം നിങ്ങളെല്ലാം വെരിഫൈ ചെയ്യേണ്ടതാണ്, കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സക്സസ്ഫുള്ളി സേവ് ആയ ശേഷം നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് പാസ്വേഡും യൂസർ നെയിമും ലഭിക്കുന്നതാണ്. ആ ഒരു പാസ്വേഡും യൂസർ നെയിമും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇനി നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനായിട്ട് നിങ്ങൾ ആദ്യം ആ ഒരു യൂസർ നെയിമും പാസ്വേഡും കണ്ടെത്തുക. അതിനുശേഷം SSCയുടെ മെയിൻ പേജിലേക്ക് പോവുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ച കോഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ടാണ്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി അവിടെ വരുന്നതാണ്, അതുപോലെ തന്നെ യൂസർ നെയിം വരുന്നതാണ്. തൊട്ട് താഴെയായിട്ട് ചോദിച്ചിരിക്കുന്നത് ഓൾഡ് പാസ്വേഡാണ്, അതായത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് വന്നിട്ടുള്ള പാസ്വേഡാണ് അവിടെ ആദ്യം എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം തൊട്ട് താഴെ ന്യൂ പാസ്വേഡ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു സെക്ഷനിൽ നിങ്ങൾ പുതുതായിട്ട്, അതായത് നിങ്ങളുടെ SSC അക്കൗണ്ടിൻ്റെ പാസ്വേഡാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ പുതുതായിട്ടൊരു പാസ്വേഡ് അവിടെ ക്രിയേറ്റ് ചെയ്ത് എൻ്റർ ചെയ്യുക. തൊട്ട് താഴെ ആ ഒരു പാസ്വേഡ് കൺഫേം ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുകളിൽ എൻ്റർ ചെയ്ത ആ ഒരു പാസ്വേഡ് തന്നെ തൊട്ട് താഴെയും കൺഫേം ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. യുവർ പാസ്വേഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി എന്നിട്ട്, അപ്പം പ്ലീസ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ക്ലോസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീണ്ടും SSCയുടെ വെബ്സൈറ്റിൽ പോകുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്. അതിനായിട്ട് നിങ്ങളുടെ യൂസർ നെയിമും പുതിയ പാസ്വേഡും ക്യാപ്ച കോഡും അവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടതാണ്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമതായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു കാറ്റഗറിയാണോ ആ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു കാറ്റഗറി വെരിഫൈ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുകളിൽ സെലക്ട് ചെയ്ത കാറ്റഗറി തന്നെ തൊട്ട് താഴെയും സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ചോദിച്ചിരിക്കുന്നത് നാഷണാലിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ നാഷണാലിറ്റി ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. അപ്പോൾ നിങ്ങളുടെ ബോഡിയിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ്, അതായത് ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, തൊട്ട് താഴെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സെക്ഷനെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ്. നോ എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെയുള്ള ഓപ്ഷൻസ് ഒന്നും ചെയ്യേണ്ടതില്ല. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ പെർമനൻ്റ് അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പെർമനൻ്റ് അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ പിൻകോഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പിൻകോഡ് കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഈസ് പ്രസൻറ്റ് അഡ്രസ് സെയിം ആസ് പെർമനൻ്റ് അഡ്രസ്സ്, അതായത് നിങ്ങൾ മുകളിൽ എൻ്റർ ചെയ്ത പെർമനൻ്റ് അഡ്രസ്സിലാണോ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ അവിടെ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക.
നോ എന്ന് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, തൊട്ട് താഴെ പ്രസൻറ്റ് അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത ശേഷം എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ഒരു ഡിക്ലറേഷൻ ഫോമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഐ എഗ്രി എന്നൊരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഫൈനൽ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ OTP ആണ്. ഇപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ ID-യിലേക്കും ഒരു OTP ലഭിക്കുന്നതാണ്. ആ ഒരു OTP ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID-യിലേക്ക് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു OTP ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഇനി മുതൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറാണ്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നതാണ്. ആ ഒരു രജിസ്ട്രേഷൻ നമ്പറാണ് ഇനി മുതൽ നിങ്ങളുടെ യൂസർ നെയിമായിട്ട് വരുന്ന. പാസ്വേഡ് നിങ്ങൾ കൊടുത്തിട്ടുള്ള പാസ്വേഡ് തന്നെയാണ്. അപ്പോൾ ഇനി മുതൽ ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ SSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്ത SSCയുടെ ഫേസ് 10 റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് ഇടത്തെ സൈഡിൽ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫേസ് 10 എന്ന് പറഞ്ഞിട്ട് സെലക്ഷൻ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ ജസ്റ്റ് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ, അതായത് ഈ ഒരു ബോക്സിൻ്റെ ഇടത്തെ സൈഡിൽ താഴെയായിട്ട് അപ്ലൈ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ആദ്യമായിട്ട് ഫില്ല് ചെയ്യേണ്ടത് 15ാമത്തെ സെക്ഷനാണ്. 15ാമത്തെ സെക്ഷനിൽ ചോദിച്ചിരിക്കുന്ന ഏതൊരു റീജിയനിലേക്കുള്ള പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നതെന്നാണ്. അപ്പോൾ നിങ്ങളുടെ റീജിയൻ ഏതാണോ ആ ഒരു റീജിയൻ സെലക്ട് ചെയ്യുക. കേരളത്തിൽ നിന്നും അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ കർണാടക കേരള റീജിയൻ സെലക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് പോസ്റ്റ് കോഡാണ്. അപ്പോൾ നിങ്ങളുടെ പോസ്റ്റിൻ്റെ കോഡ് അവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റിൻ്റെ കോഡിനെ പറ്റിയിട്ട് അറിയാൻ നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ പോസ്റ്റിൻ്റെ പേര് വരുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സാം സെൻറ്ററാണ്. നിങ്ങൾക്ക് 3 എക്സാം സെൻറ്റർ വരെ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ് സർവീസ്മെൻ ആണോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. എസ് എന്ന് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, കുറച്ച് കാര്യങ്ങൾ താഴെ വരുന്നതാണ്. അപ്പോൾ അതെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ESM ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ എക്സാമിനേഷന് സ്ക്രൈബ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വേണ്ടവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഇനി അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് മീഡിയം ഓഫ് സ്കിൽ ടെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ സ്കിൽ ടെസ്റ്റിൻ്റെ മീഡിയം ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ അത് കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഏജ് റിലാക്സേഷൻ വേണമെന്നാണ്. അപ്പോൾ ഏജ് റിലാക്സേഷൻ വേണ്ടവർ അവിടെ എസ് കൊടുക്കുക, അല്ലാത്തവർ നോ കൊടുക്കുക. എസ് എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെ അതിൻ്റെ കോഡും സെലക്ട് ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവിടെ സെലക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഡീറ്റെയിൽസ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ്, അതായത് വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഫിൽ ചെയ്തിരിക്കേണ്ടതാണ്. ഒന്നിലധികം വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അവിടെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ഡിക്ലറേഷനും ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഫോട്ടോ എടുത്തിരിക്കുന്നത് 11/2/2022 ശേഷം ആണോ എന്നാണ്. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, 11/2/2022 ശേഷം എടുത്തിട്ടുള്ള ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം അവിടെ എസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ 3 ഡിക്ലറേഷൻ അവിടെ നൽകിയിരിക്കുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ
ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് തെറ്റാതെ തന്നെ തൊട്ട് താഴത്തെ കോളത്തിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കേണ്ടതാണ്. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാം വായിച്ച് നോക്കി എല്ലാം കറക്റ്റാണ് എങ്കിൽ താഴേക്ക് വരുമ്പോൾ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ SSCയുടെ ഫേസ് 10 റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫീസ് അടയ്ക്കേണ്ട കാൻഡിഡേറ്റ്സ് നിർബന്ധമായിട്ടും ഫീസ് അടയ്ക്കേണ്ടതാണ്. ഫീസിൽ നിന്നും റിലാക്സേഷൻ ഉള്ളത് SSC ST കാൻഡിഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ്. അവർ ഫീസ് അടയ്ക്കേണ്ടതില്ല. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും ഫീസ് അടയ്ക്കേണ്ടതാണ്. ഫീസ് അടയ്ക്കുന്നതിനായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ടിൻ്റെ മെയിൻ പേജിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫേസ് 10 റിക്രൂട്ട്മെൻറ്റ് എന്ന്. അപ്പോൾ ആ ഒരു സെക്ഷൻ്റെ തന്നെ ഏറ്റവും താഴെയായിട്ട് പേയ്മെൻറ്റ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഓൺലൈൻ വഴി അടയ്ക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ സബ്മിറ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നിങ്ങൾക്ക് വിവിധ ഗേറ്റ് വേ വഴിയിട്ട് ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഏതാണോ അത് ഉപയോഗിച്ചിട്ട് ഫീസ് അടയ്ക്കുക. അതിനുശേഷം ഹോം പേജിലേക്ക് വന്ന് പേയ്മെൻറ്റിൻ്റെ സ്റ്റാറ്റസും ചെക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ കൊണ്ടിട്ട് പേയ്മെൻറ്റ് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ 48 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഒന്നും കൂടെ ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പേയ്മെൻറ്റ് ഫെയിൽഡ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് SSCയുടെ ഫേസ് 10 റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.